പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ദർശനത്തെ പറ്റിയാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ നിങ്ങളിലേക്ക് ഞങ്ങൾ കൈമാറാനായിട്ട് പോവുകയാണ്. നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് അവർ കഴിഞ്ഞ ദിവസം ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുകയുണ്ടായി. അദ്ദേഹത്തെ പറ്റി ഓർക്കുമ്പോൾ നല്ല നല്ല അനുഭവങ്ങളാണ് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇന്ത്യയിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ, അദ്ദേഹം എടുത്ത ചില നിർണായ തീരുമാനങ്ങൾ നിമിത്തമായിട്ടാണ് ഇന്ന് ഇന്ത്യയിൽ ഇത്രത്തോളം വലിയ വിശാലതയും സാമ്പത്തിക പുരോഗതിയും ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ നിർണായ തീരുമാന നിമിത്തമായിട്ട് ഇന്ന് ലോകത്തിൻ്റെ മൊത്തത്തിലുള്ള കണക്കെടുത്ത് നോക്കുമ്പോൾ സാമ്പത്തിക മേഖലയിൽ ഇന്ത്യ 5-ാം സ്ഥാനത്ത് വന്ന് നിൽക്കുകയാണ്. ആയിരക്കണക്കിന് പോയിന്റുകൾ അദ്ദേഹത്തെ പറ്റി പറയാനുണ്ടെങ്കിലും എന്നെ സ്പർശിച്ച ഒരു പോയിന്റ്, ഇന്ത്യയിലുള്ള 26 കോടി ജനത്തിൻ്റെ പട്ടിണി മാറ്റാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹം എടുത്ത തീരുമാനം നിമിത്തമായിട്ടാണ് അത് സാധ്യമായി തീർന്നത്. വളരെ ദർശനത്തോടുകൂടെ, വളരെ കാഴ്ചപ്പാടോടുകൂടെയാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. കോടിക്കണക്കിന് ജനങ്ങൾക്കാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഒരു അനുഗ്രഹമായി മാറിയത്. നമ്മൾ പല എപ്പിസോഡുകളിൽ ചർച്ച ചെയ്തിട്ടുള്ള വിഷയങ്ങളാണ്. ദർശനത്തോടുകൂടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, വിഷനോടുകൂടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ദേശത്തുണ്ടാകുന്നത്, വ്യക്തി ജീവിതങ്ങളുണ്ടാകുന്നത്, കോടിക്കണക്കിന് ജനങ്ങളെ അത് സ്വാധീനിക്കാൻ ഇടയായി തീരുമെന്നൊക്കെ പല എപ്പിസോഡുകളിലും നമ്മൾ ശുശ്രൂഷിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്ററിൻ്റെ പദവിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ രാജ്യം സാമ്പത്തികമായിട്ട് വളരെ ശോചനീയമായ അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അദ്ദേഹം വന്നതിന് ശേഷം അദ്ദേഹം എടുത്ത തീരുമാനങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലകൾ ആരംഭത്തിലൊക്കെ കൂടെ നിന്നവർക്കൊക്കെ വളരെ അസഹിഷ്ണുത ഉണ്ടായെങ്കിലും ഇന്ന് അദ്ദേഹത്തെ പറ്റി ഓർക്കുമ്പോൾ അദ്ദേഹം എടുത്ത തീരുമാനങ്ങൾ വളരെ വ്യക്തവും കൃത്യവുമായിരുന്നു എന്നുള്ളതും വളരെ അനുഗ്രഹമായി തീർന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ നിങ്ങളിലേക്ക് എത്തുവാൻ ഇപ്പോൾ തന്നെ എലോഹിം ഗ്ലോബൽ മിനിസ്ട്രി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അനേകരിലേക്ക് ഷെയർ ചെയ്യുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് കടന്നു വരുമ്പോഴും അദ്ദേഹം കൈക്കൊണ്ട തീരുമാനങ്ങൾ, എടുത്ത തീരുമാനങ്ങൾ കോടിക്കണക്കിന് ജനങ്ങൾക്ക് ആശ്വാസകരമായി മാറി. എന്തിനേറെ പറയുന്നു, അദ്ദേഹം ലോകം കണ്ടതിൽ വച്ച് ഏറ്റവും നല്ല ഒരു സാമ്പത്തിക വിദഗ്ധൻ കൂടെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്തിന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന നിമിത്തമായിട്ട് ഇന്ത്യക്ക് വന്ന മാറ്റങ്ങളെ പറ്റി ലോക രാജ്യങ്ങളിൽ പോലും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കാലഘട്ടങ്ങളിൽ എടുത്ത തീരുമാനങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ എല്ലാ സെക്ടറിലും, സാമ്പത്തിക മേഖലയിലായിക്കൊള്ളട്ടെ, ഏവിയേഷൻ സെക്ടറിലായിക്കൊള്ളട്ടെ, ടെലികോം മേഖലയിലായിക്കോട്ടെ, എല്ലാ മേഖലകളിലും അദ്ദേഹം കൊണ്ടുവന്ന മാറ്റങ്ങൾ ഇന്ന് നമ്മളെ വളരെയേറെ ഉയരത്തിൽ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. എക്സ്പേർട്ടുകൾ അഭിപ്രായപ്പെട്ടിരിക്കുന്ന അദ്ദേഹം അന്ന് ആ നിർണായകരമായ തീരുമാനം എടുത്തില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ എന്ന് പറഞ്ഞ ഈ മഹാരാജ്യം ഇന്ന് ഇതുപോലെ ഒരിക്കലും ആയിത്തീരുകയില്ലായിരുന്നു. പട്ടിണിയിൽ നിന്ന് പട്ടിണിയിലേക്ക്, ദാരിദ്ര്യത്തിലേക്ക് പോകുമായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ധാരാളം വിദഗ്ധരാണ് അദ്ദേഹത്തിൻ്റെ ഈ നല്ല നല്ല കാര്യങ്ങളൊക്കെ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം അന്ന് എടുത്ത തീരുമാനങ്ങൾ, അന്ന് ആ ക്രിട്ടിക്കൽ മൂമെൻറ്റിൽ
അദ്ദേഹം അത് എടുത്ത തീരുമാനം അത് നടപ്പിലായിരുന്നില്ല എങ്കിൽ നമ്മളൊക്കെ ഒരുപാട് പുറകിലോട്ട് പോകുമായിരുന്നു. ഞാൻ പലപ്പോഴും അനേക ശുശ്രൂഷകളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, സ്പിരിച്വൽ മേഖലയിലായിക്കൊള്ളട്ടെ മറ്റു മേഖലയിലായിക്കൊള്ളട്ടെ, ദർശനത്തോടുകൂടെ പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ സമൂഹത്തിന് നല്ല നല്ല കാര്യങ്ങൾ സംഭാവന ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. ഈ അവസരത്തിൽ അദ്ദേഹത്തെ ഡോക്ടർ മൻമോഹൻ സിംഗ് ജി അവരുകളെ ഓർക്കുകയും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്യുന്നു. സഹോദരങ്ങളെ, 2024 അവസാന നിമിഷത്തിൽ കടന്നു വന്നിരിക്കുന്ന നിങ്ങളോട് വീണ്ടും പറയാനായിട്ടുള്ള സന്ദേശം, ദർശനത്തോടുകൂടെ പ്രവർത്തിക്കുക. അനേകർക്ക് എൻ്റെ ജീവിതം ഒരു അനുഗ്രഹമായി മാറണമെന്ന് പറഞ്ഞുകൊണ്ട് ദർശനത്തോടുകൂടെ കാൽച്ചുവടുകൾ എടുത്തു വയ്ക്കുക. അത് പിന്നത്തേതിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർക്ക്, നിങ്ങളുടെ ദേശത്തിന്, ധാരാളം ജനങ്ങൾക്ക് ബ്ലെസ്സിങ് ആയി മാറും. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ.